ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. മ്ലാവിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഹലോ, നമസ്കാരം. ഞങ്ങൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോണത് മലക്കപ്പാറയ്ക്കാണ്. മലക്കപ്പാറ എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങളിന്ന് പോണത് എറണാകുളം ബസ് സ്റ്റോപ്പിൽ നിന്നാണ്. ഇവിടുന്ന് ഉല്ലാസയാത്രയാണ് ട്രിപ്പ്. അപ്പോൾ ഇവിടുന്ന് 6 മണിക്കാണ് ബസ് പുറപ്പെടുക. 6 മണിക്ക് പുറപ്പെട്ട് ഈവനിങ്ങിൽ 10-10:30 എത്തുന്ന പറഞ്ഞത്. അപ്പോൾ ഇതിനിടയിലുള്ള നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പിന്നെ വ്ളോഗ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ യാത്ര തുടങ്ങല്ലേ? കം ഓൺ. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു കേട്ടോ. ബസ് കറക്റ്റ് സമയത്ത് വന്ന്. ഓക്കെ, ഇപ്പോൾ ഈ ബസ്സിലാണ് ഞങ്ങൾ പോണത്. ഇപ്പോൾ ആൾക്കാരും ആരും എത്തിയിട്ടില്ല. പക്ഷേ 6 മണിയാവാൻ സമയമുണ്ട്. ഓക്കെ, നമുക്ക് കയറാം. വാ. അപ്പോൾ കറക്റ്റ് 6 മണിക്ക് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടു. ട്രിപ്പ് സ്റ്റാർട്ടായി. ഓക്കെ, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോരോ സ്പോട്ടുകൾ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ചാലക്കുടി എത്തി. ഓക്കെ, കറക്റ്റ് 6 മണിക്ക് തന്നെ എറണാകുളത്ത് നിന്ന് ബസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ചാലക്കുടി എത്തി. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ടൂർ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഹോട്ടൽ വേണൂസ് ഇവിടെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് മോൾക്ക് വട, പിന്നെ ലിമോന്, അപ്പം, മുട്ടക്കറി, പിന്നെ എനിക്ക് ഉഴുന്ന് വട ഒരു പ്ലേറ്റ്. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓർഡർ ചെയ്തത് ഉഴുന്ന് വടയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഓക്കെ, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചായ, കാപ്പി, ഇഡ്ഡലി, വട, മസാല ദോശ, ഉത്തപ്പം, മുട്ട റോസ്റ്റ്, കടല റോസ്റ്റ്, പിന്നെ കുറുമ, എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളിനി ബസ്സിൽ കയറാൻ പോവാണ്. ഇനി കാഴ്ചകൾ നമ്മൾ തുടങ്ങാം. ഇത് വേറെയും കുറേ ഉല്ലാസയാത്ര ബസ്സൊക്കെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അവരുടെ സ്പോട്ടും ഇവിടെ തന്നെയാണ്. ഇത് കാരണമാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് തിരക്ക് കൂടി ഹോട്ടലിൽ. കാരണം നല്ല തിരക്കായിരുന്നു. വെയിറ്റിങ്ങിലായിരുന്നു ആൾക്കാർ. ഇപ്പോഴാണ് മനസ്സിലായത് ഒരു ബസ്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഈ ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോണത് ഉല്ലാസയാത്ര. ഇത് രാവിലെ ബസ് വന്ന കാരണം രാവിലെ 5-5:30 ബസ് വന്ന്. അപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു. അത് കാരണം വീഡിയോയിൽ ശരിക്ക് ബസ്സിൻ്റെ പിക്ചർ കിട്ടിയിട്ടില്ല. അത് കാരണം ഇപ്പോൾ ഏകദേശം ഒരു 8:30 മണിയായി. നല്ല വെയിലുണ്ട്. അത് കാരണം ഈ ബസ്സിൻ്റെ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത്. ഈ ബസ്സിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലെത്തി, തുമ്പോർ മൊഴി. ഓക്കെ, അപ്പോൾ ഇവിടെ ഗാർഡൻ ഉണ്ട്, പിന്നെ തൂക്കുപാലുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കാണാം. തുമ്പോർ മൊഴി റിവർ, ബട്ടർഫ്ലൈ ഗാർഡൻ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ടിക്കറ്റ് 20 രൂപ അഡൾട്ടിന്, കുട്ടികൾക്ക് 15. ചാലക്കുടി റിവർ
ഡൈവേർഷൻ സ്കീം. അപ്പോൾ ഞങ്ങൾ തുമ്പോൾമൊഴി ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. ഗേറ്റ് ജസ്റ്റ് ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾ ആക്ച്വലി നേരത്തെ വന്നു. 9 മണിക്കാണ് ഇവിടെ ഗേറ്റ് തുറക്കുക. ഞങ്ങൾ 8:30 വന്നു. കുറച്ച് അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിൽ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് എൻട്രി പാസ് കിട്ടി. ഓക്കെ, ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. ഓക്കെ, കുട്ടികൾക്ക് ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ 4 വയസ്സായ കുട്ടിയെ കാരണം ടിക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം കേട്ടോ കാഴ്ചകൾ. ഇവിടെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു കാട്ടിലൊരു ആനയുടെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ശരിക്കത്തൊരു ആനയമാരെ തോന്നും. ദ വെൽക്കം ടു തുമ്പോർമുഴി റിവർ ഗാർഡൻ, ഹാങ്ങിങ് ബ്രിഡ്ജ്, റെസ്റ്റോറൻറ്റ്, ചിൽഡ്രൻസ് പാർക്ക്, പാർക്കിംഗ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ സോഡയും സർബത്തും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഗെയിമുണ്ട്. 3 ബോൾ 50 രൂപ. ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വാവ്, അവിടെ ഡാമാണ് കണ്ട. ആ ഡാമിലേക്ക് വെള്ളം കുറവാണ് ഇപ്പോൾ തോന്നുന്നു. പക്ഷെ നല്ലൊരു ഭംഗിയുള്ള സീനറി ഉണ്ട് നമുക്കിവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയത് കാരണം അധികം വെയിലും ഇല്ല. നമുക്ക് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാം. ഇതിനെ നടന്നു പോകാൻ നല്ല രസമാണ് കേട്ടോ. നല്ല സുഖമുണ്ട് നടന്നു പോകാൻ. ഓക്കെ, ഇതിപ്പോൾ ഞങ്ങൾ പാലം ക്രോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടുള്ള സീനാണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ. നോക്കിയേ, വെള്ളമൊക്കെ ഭയങ്കര സ്റ്റേബിളാണ്. ഓക്കെ, ഒരു അനക്കം കാണുന്നില്ല വെള്ളം. ഓക്കെ, അങ്ങനെ തുമ്പോൾമുഴി കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ, അവിടെ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ അടുത്ത കാഴ്ചകളൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു, ജസ്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല. നോക്കാം, അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് ഞങ്ങൾ 2ാമത്തെ സ്പോട്ടാണ് കേട്ടോ, വെറ്റിലപ്പാറ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാനുള്ളത് ചെറിയ ചെറിയ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും കൈ കഴുകിയിട്ടും കാല് കഴുകിയിട്ടും ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. എല്ലാം ടൂറിസ്റ്റാണ്. നല്ലൊരു സീനറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം കാണണതേ ഈ വാഴച്ചാല് വെള്ളച്ചാട്ടല്ലേ, അവിടുത്തെ വെള്ളമാണ് ഇത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് മിക്സ് ചെയ്യണത് നമ്മളുടെ ചാലക്കുടി പുഴയിലെ വെള്ളത്തിലായിട്ടാണ്. പക്ഷെ കാണാൻ നല്ല രസമാണ് കേട്ടോ, നല്ല ഫ്രഷ്നെസ് ഉണ്ട്. ഓക്കെ, എല്ലാവരും ഇവിടെ മാക്സിമം ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഗൈസ്. വെള്ളം നോക്കി, നല്ല ക്ലീനായ വെള്ളം നോക്കിയേ, എന്ത് രസം വെള്ളം കാണാൻ.
അങ്ങനെ മൂന്നാമത്തെ സ്പോട്ടിലേക്ക് വന്നു ഞങ്ങൾ, ആതിരപ്പള്ളി വ്യൂ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് കാണാൻ പോകുന്നത് വാട്ടർഫോളാണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഈ വാട്ടർഫോൾ കാണാൻ. അപ്പോൾ ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറേ ബസ്സുകൾ കാണാം ഇവിടെ, KSRTCയും പ്രൈവറ്റുമായിട്ടൊക്കെ കുറേ ബസ്സുകളുണ്ട്. ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. ഹലോ, ഇപ്പോൾ കുറങ്ങനെ പേടിയൊന്നുമില്ല ആൾക്കാരെ കണ്ടിട്ടേ. സ്ഥിരം കാണാറുള്ളതാണ് അല്ലേ? ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, നല്ല ഇത് ദൂരെയാണ് വെച്ചാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ സൗണ്ട് നല്ലതാണ്. പിന്നെ ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു വെള്ളച്ചാട്ടമാണെന്ന് നമ്മൾ പറഞ്ഞത് കേട്ടത്. കേരളത്തിൻ്റെ വെള്ളച്ചാട്ടത്തിലെ മഹാറാണിയാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇവിടെ മെയിൻലി ഈ ആതിരപ്പള്ളി വ്യൂ പോയിന്റിൽ ഈ വെള്ളച്ചാട്ടം മാത്രമേ മെയിൻലി ഉള്ളൂ. കാണാൻ ഏറ്റവും നല്ല ഭംഗി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന് ഉപരി ഇവിടെ കുറേ അയ്യപ്പ ഭക്തന്മാരും വന്നിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ചാർപ്പ വെള്ളച്ചാട്ടം. ഞങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വെള്ളമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വെള്ളം കുറവാണ് ആക്ച്വലി. നമ്മളിപ്പോൾ അടുത്ത സ്പോട്ടിലെത്തി, വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഓക്കെ, അപ്പോൾ ഇത് കാണാനാണ് ഞങ്ങൾ വന്നത്. ഇതവിടെ ബോർഡൊക്കെ ഉണ്ട്, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, വനശ്രീ ഈക്കോ ഷോപ്പ്, ഇതാ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ. ഓക്കെ, സേവ് ഫോറസ്റ്റ് ആൻഡ് സേവ് നേച്ചർ. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, കാണാൻ അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. പുറത്തുനിന്നൊക്കെ വാഴച്ചാലിനൊക്കെ ചെയ്തിട്ട് മുള കൊണ്ടാണ് ഡെക്കറേഷൻ ചെയ്ത് വെച്ചത്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം എന്താണ് ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് പോയി കാണാം. ഓക്കെ, ഇവിടെ ടിക്കറ്റ് ഇഷ്യൂ ടൈമാണ് രാവിലെ 8 മണിക്കാണ് ടിക്കറ്റ്. ടു 5 PM ആണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ടൈമിങ്. ടിക്കറ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു നോക്കണം. ടിക്കറ്റിൻ്റെ റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപ ടിക്കറ്റാണ് കേട്ടോ. കുട്ടികൾക്ക് 10 രൂപ ടിക്കറ്റാണ്. ടിക്കറ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട്. നമ്മൾ ഹെവി വെഹിക്കിൾസ്, മീഡിയം വെഹിക്കിൾസൊക്കെ 80-40 രൂപ. ഓക്കെ, അപ്പോൾ ഈ ചാർട്ട് നോക്കിയോളൂ കേട്ടോ. നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഇതിൻ്റെ പണിയൊന്നുമല്ല, വൃത്തിയായ ടിക്കറ്റ് ഇവിടെ കയറാൻ ഒരാൾക്ക് 50 രൂപീസ് ചാർജാണ് കേട്ടോ. 50 രൂപയാണ് ഒരാൾക്ക് എൻട്രീസ്. ഓക്കെ, ഇത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് നമ്മൾക്ക് ഫീൽ ചെയ്തിട്ട് കേട്ടോ. നല്ലൊരു തണുപ്പ് അറ്റ്മോസ്ഫിയറിൽ വന്ന മാതിരി ഉണ്ട് നമ്മൾ ഇവിടെ. 4 പുറം പച്ചപ്പാണ് കേട്ടോ. വലിയ വലിയ മരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. മോൾക്ക് ഗോളടിച്ചില്ല. എൻ്റെ മോൾ ഇവിടെ ആടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് കാണുമ്പോഴേ. അടിപൊളി വ്യൂ ആണ് ഇത്. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ക്യാമറ ഏത് ഭാഗത്ത് വെച്ചാലും നമുക്ക് അടിപൊളി വ്യൂ കിട്ടും കേട്ടോ. ഇതവിടെ വാർണിംഗ് ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട്. എൻറ്ററിങ് ദ റിവർ ഈസ് പണിഷബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോഴേ ഞങ്ങൾക്ക് ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റിയില്ല. ഓക്കെ, ദൂരത്ത് നിന്ന് ഞങ്ങൾ കണ്ടു. പക്ഷേ ഇത് ഞങ്ങൾക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്.
ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് നമുക്കൊന്ന് ഇറങ്ങി കുളിച്ചാലോ എന്ന്. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങാൻ പാടില്ല, ശിക്ഷാർഹമാണ്. ഓക്കെ, നല്ല ഒഴുക്കുണ്ട്, വെള്ളം കുറവാണ് വെച്ചാലും, പക്ഷെ നമുക്ക് ഒഴുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ കയറിയാലേ കുറേ നടക്കാനുണ്ട്. ഇതിനെവിടെ പറയാം, വ്ളോഗിൽ പറയാം. ഇവിടെ കയറിയാൽ കുറേ നടക്കാൻ എന്തുണ്ട് പറയാ, കാണാനേ. നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോണ വരെ കാഴ്ചകളുണ്ട് കാണാൻ. നല്ല തിരക്കാണ് ഇവിടെ. രണ്ട് പുറത്തും കുരങ്ങന്മാർ ഇഷ്ടംമാരുണ്ട് കേട്ടോ. കുരങ്ങന്മാർ കുറേ കറങ്ങി നടക്കുന്നുണ്ട്, പക്ഷേ ഇത് മനുഷ്യന്മാരൊന്നും ഉപദ്രവിക്കുന്നില്ല. ഓക്കെ, അവരും നമ്മളുടെ കൂടെ തന്നെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുരങ്ങന്മാരെ അവിടുന്ന് പൂ പറിച്ചിട്ട് അങ്ങോട്ട് ഓടും, അവിടുന്ന് പൂ പറിച്ചിട്ട് ഇങ്ങോട്ട് ഓടും. നല്ല അനുസരണമുള്ള മങ്കികളാണ് കേട്ടോ. എത്ര പബ്ലിക് ഉണ്ടെങ്കിലും ആരെയും ഉപദ്രവിക്കില്ല. കാരണം ആൾക്കാരെ കണ്ട് അതിന് പരിചയപ്പെട്ടിരുന്നു. കാരണം അവർക്ക് അറിയാം ഇത് നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നതല്ല എന്ന്. അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ മങ്കി നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു മങ്കിയാണ് കേട്ടോ. ഹലോ മിസ്റ്റർ മങ്കി, ഹലോ, കമോൺ. അത് നമുക്ക് വഴി കാണിച്ചു തരികയാണല്ലേ. അങ്ങനെ വെള്ളച്ചാട്ടം കൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ നല്ല ചൂട്. അപ്പോൾ ഒരു നാരങ്ങ സോഡയും ഒരു പരിപ്പോടയും കഴിക്കാമെന്ന് വിചാരിച്ചു. നാരങ്ങ സോഡ കാണിച്ചാലോ. നല്ല തണുപ്പും നല്ല കരിപ്പും നല്ല രസം. ഈ ചൂടത്തേക്ക് കുടിക്കുമ്പോഴേ ജീവൻ കിട്ടിയ മാതിരി. നല്ല രസമുണ്ടോ? ഞങ്ങളുടെ ബസ്സേ വാട്ടർഫാളിന് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വാഴച്ചാൽ വാട്ടർഫാള്. ആക്ച്വലി നമുക്കിവിടെ മാക്സിമം സമയം തരുന്നുണ്ട് നമുക്ക് നിൽക്കാൻ. പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റായി വന്ന ഒരു പ്രതിനിധിയാണ്. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റായി വന്നാൽ നമ്മൾ കുറച്ച് സമയം നിൽക്കില്ലേ. അപ്പോൾ ആവശ്യത്തിനുള്ള സമയം നമുക്ക് ഇവർ തരുന്നുണ്ട് നിൽക്കാൻ. ഓക്കെ, അപ്പോൾ അതൊരു നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കൂടുതൽ സമയം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ട് മലക്കപ്പാറ എത്തും. ഓക്കെ, ഓൺ ദ വേ ആണ്. ഞങ്ങൾ എത്താറായി. ഓക്കെ, ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. തേയില തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പോലീസ് സ്റ്റേഷൻ മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ. ഇതാണ് മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ. എവിടെ പോലീസ് സ്റ്റേഷൻ? മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ. ഇതാണ് മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, പോലീസ് സ്റ്റേഷൻ അടിപൊളിയാണ് കേട്ടോ. കണ്ടൊരു ഹോട്ടലാണെന്ന് തോന്നുള്ളൂ. വെഹിക്കിൾ രജിസ്ട്രേഷൻ, ഈക്കോ ഷോപ്പ്, ഇന്റർപ്രിറ്റേഷൻ സെൻറ്റർ. ഓക്കെ, അടിപൊളിയാണ് കാണാൻ കേട്ടോ. ഇവിടുത്തെ റോഡ് കുറച്ച് മോശമാണ്. ഓക്കെ, കുറേ മോശമാണ്. അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് പോവാൻ. ഞങ്ങൾ മലക്കപ്പാറ എത്തി. ഓക്കെ, ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചുകൂടെ പ്ലേസസ് കാണാനുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ബോർഡറിൽ എത്തിയിട്ടോ. ഇതാണ് വെൽക്കം ടു തമിഴ്നാട്. ഇപ്പോൾ നമ്മൾ കേരളം വിട്ടു, തമിഴ്നാട്ടിലെത്തി. ഈ റൂട്ട് നേരെ പോണത് പൊള്ളാച്ചിയാണ്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലെത്തി. ഓക്കെ, അപ്പോൾ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ രുചികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഹോട്ടൽ പാരഡൈസ്. ഹോട്ടൽ പാരഡൈസ് ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്.
ഇതിപ്പോൾ ഞങ്ങൾ ഹോട്ടലിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഓക്കെ, ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ മീൽസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഓക്കെ, സ്പേസൊക്കെ നോർമലാണ്, അത്രയ്ക്ക് ലക്ഷറീസ് ഒന്നുമല്ല. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മീൽസ് കഴിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് വെജാണ്. ഇതിൽ ചോറ്, സാമ്പാർ, പിന്നെ 2 ഉപ്പേരിയും, പപ്പടും, ഒരു ചമ്മന്തിയും, അച്ചാറും. പിന്നെ നോൺ വെജിന് മുട്ട. ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ചോറ് കുറേ തന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും കഴിക്കുന്ന സംശയമാണ്. നല്ല ചൂടുണ്ട്. പപ്പടം നമ്മളെ കേരള പപ്പടം അല്ല കേട്ടോ, ഇത് വേറെ തരം പപ്പടമാണ്. നമ്മളെ മലയാളി പപ്പടമല്ല, തമിഴ്നാട്ടിൽ പപ്പടം തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിപ്പോൾ അടുത്ത സ്പോട്ടിലെത്തി, ഷോളയാർ അപ്പർ ഡാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നല്ല രസമുണ്ട് ഇവിടെ. ഇപ്പോൾ വന്നപ്പോൾ അറ്റ് പ്രസൻറ്റ് തിരക്കൊന്നുമില്ല. നല്ല ഒരു ഇപ്പോൾ വെയിലാണെച്ചാലും നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പ് ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്താണ് സംഭവം. ഇതണ്ട, അപ്പുറത്തൊക്കെ മലകളും. ഇതാണ് എൻട്രൻസ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. ഓക്കെ, ഡാമിൻ്റെ പകുതിയിലായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അത് കാരണം ഈ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. പ്രൊഹിബിറ്റഡ് ഏരിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നോ എൻട്രി. ഞാൻ കാണിച്ചു തരാം. ഇതണ്ട, ഡാമിൻ്റെ മുകളിൽ എന്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചേഞ്ചസ് ആയിരിക്കും. ഞങ്ങൾക്ക് അതിനുള്ളിൽ പോകാനുള്ള എൻട്രി ഇല്ല. ഓൺലി വർക്കേഴ്സിന് മാത്രമേ ഉള്ളൂ. അത് വർക്കേഴ്സാണ്, അവിടുത്തെ ആൾക്കാരാണേ. കണ്ട, പ്രൊഹിബിറ്റഡ് ഏരിയ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കാണ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ റെഡിയാകും ഗ്രൂപ്പ് ഫോട്ടോ. ഇത് അപ്പർ ഷോളയാർ ഡാമിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ നമുക്ക് കടകളൊക്കെ കാണാം. ഓക്കെ, ചായക്കടകളൊക്കെ ഉണ്ട്. മാക്സിമം നമുക്ക് ഈ മാഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മാഗി, മുളക ബജ്ജി, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഇവിടെ കൂടുതൽ. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ട ഇവിടെ മീൻ തൂക്കിയിട്ടുണ്ട്. കണ്ട, ഇത് മീൻ തൂക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള മീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രഷ് മീനാണ്, എന്ന് പിടിച്ച മീനാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് എടുത്തിട്ട് പൊരിച്ച് തരും. ഇതിപ്പോൾ ഞങ്ങൾ മൽക്കപ്പാറയിൽ തേയില വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയിറക്കാണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും തേയില വേണമെച്ചാൽ നമുക്ക് മലക്കപ്പാറയിൽ ഇവിടുന്ന് തേയില വാങ്ങുന്നത് ഒറിജിനലാണ്. ഇത് ഇവിടെ അടുത്ത് തന്നെ ടീ പ്ലാന്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ഇവിടെ ആയിട്ട് ഒറിജിനൽ കിട്ടുന്ന തേയിലയാണെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇതാണ് കട കേട്ടോ. ഇതിന് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിസ്ക്കറ്റല്ല, സോപ്പോ. ഇത് സോപ്പ്, എന്താ മുഴുക്ക തേയിലയാണ്. വേണ്ട, ഇത് സോപ്പ്. ഇതൊക്കെ സോപ്പാണ്. ഇത് സോപ്പല്ല ഏട്ടാ, നല്ല മണമുണ്ട് കേട്ടോ സോപ്പൊക്കെ. സോപ്പ് കളർഫുൾ സോപ്പാണ്. ഓറഞ്ച്, വൈറ്റ്, യെല്ലോ ഒക്കെ ആയിട്ടുള്ള സോപ്പ്. പിന്നെ ഇവിടെ നോക്കാം, നമുക്ക് ഭരണിയിൽ കുറേ ഐറ്റംസ് കാണാം. ഇതൊക്കെ ഓറഞ്ച് അല്ല, ഇത് പൈനാപ്പിൾ, നെല്ലിക്ക, അതൊക്കെ ഉണക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ ഇതുണ്ടല്ലോ,
ഇതെന്ത് മിഠായിയാണിത്? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട മിഠായിയാണ്. ഇതാണ് തേൻ മിഠായി. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മിഠായി. അപ്പോൾ ഞാനിതൊന്ന് വാങ്ങും. ഓക്കെ, ഈ തേൻ മിഠായി നമുക്കൊന്ന് വാങ്ങാം. ജിമോ, ഈ തേൻ മിഠായി നമുക്കൊന്ന് വാങ്ങിയാലോ? ഓക്കെ, നമുക്ക് ഉള്ളിൽ കയറി നോക്കാം എന്തൊക്കെയാണ് അവൈലബിൾ ആണ് ഇവിടെ. ഓക്കെ, ഇവിടെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ചോക്ലേറ്റ്സ് ഉണ്ട്, ബിസ്ക്കറ്റ്സ് ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തി, ലോവർ ഷോളയാർ ഡാം. ഓക്കെ, ഞങ്ങളിവിടെ ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ഡാം ഒന്ന് കാണിച്ചു തരാം. ഓരോ ആളാണത് കാണണ്ടോ? ഇതാണ് വൈറ്റ്. അതല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ എന്താണ് പറയുക, ഗൈഡും വഴികാട്ടിയും എല്ലാം. ഓക്കെ, ഇത് സിരാജ് ഏട്ടൻ, ഇത് ലോകേഷ് ഏട്ടൻ. ഓക്കെ, ആക്ച്വലി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എറണാകുളം മുതൽ ഇതുവരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സിരാജ് ഏട്ടൻ ഫുൾ ടൈം എൻ്റർടൈൻമെൻ്റ് ആണ്. ഓക്കെ, ഞങ്ങളെല്ലാവരും എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പാട്ട് പാടിയിട്ടും അന്താക്ഷരി കളിച്ചിട്ടും. ഞങ്ങൾക്ക് ആക്ച്വലി ബസ്സിൽ കയറിയാലും ബോറാവില്ല, പുറത്തിറങ്ങിയാലും ബോറാവില്ല. അതേമാതിരി ലോകേഷിൻ്റെ ഷിപ്പ് ഓഫ് ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് വെച്ചാൽ പറയാം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ട് ചേട്ടാ? അപ്പോൾ ഞങ്ങൾ ഇതേമാതിരി ഇനിയും വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. ഓക്കെ, താങ്ക് യു താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗൈസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നിപ്പോൾ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. എല്ലാവരും എൻജോയ് ചെയ്തു, എല്ലാവരും എൻഗേജ് ആയി. പാട്ടും ഡാൻസും ഒക്കെ നന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്പോട്ട് സമയമുണ്ടെങ്കിൽ കയറാമെന്നാണ് പറഞ്ഞത്. പിന്നെ ചായ കുടിക്കണം. അടുത്ത സ്പോട്ട് ചിലപ്പോൾ ചായ കുടിക്കാനാവും കയറുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, എന്താണെന്ന് അറിയില്ല. കാരണം കുറേ ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്ത സ്പോട്ട്, പെൻസ്റ്റോക്ക് ബ്രിഡ്ജ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ടാണ് കേട്ടോ, ഈ മലക്കപ്പാറയിലെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 6 മണിയായി. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സ്പോട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഇത് ലാസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നോക്കാം ഇവിടെ എന്താണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമ്മളിത് കാണുന്ന പൈപ്പില്ലേ, ഇതിന് മുഴുക്ക വെള്ളമാണ് കേട്ടോ. ഈ അപ്പർ ഷോളയാറും പിന്നെ ലോവർ ഷോളയാറും കണ്ടില്ലേ, അവിടുന്ന് വരുന്ന വെള്ളം, ആ വെള്ളമാണ് ഈ പൈപ്പ് കൂടെ പോണത്. ഓക്കെ, പിന്നെ അവിടെ കണ്ടില്ല, അവിടെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവണം. ആ ബ്ലൂ കളർ ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല. ആ ഒരു ബ്ലൂ കളറായിട്ടൊരു വീട് മാതിരി കണ്ടില്ലേ, അവിടെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആക്ച്വലി കാഴ്ച. പിന്നെ അതൊക്കെ മലയാണ് കേട്ടോ, മുകളിൽ കാണുന്നതൊക്കെ മലയ കാര്യങ്ങളൊക്കെയാണ്. കാണാൻ നല്ല സൗന്ദര്യ ഭംഗി തന്നെയാണ് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ. ഓക്കെ, മ്ലാവിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് ഏകദേശം കഴിയാറായിട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഞങ്ങളിപ്പോൾ ചാലക്കുടി എത്തി. ആ ചാലക്കുടിയിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രിപ്പ് ഇന്ന് ഫിനിഷാവും. ഓക്കെ, അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ വന്നില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, ആ ഹോട്ടലിൽ തന്നെയാണ്, ഹോട്ടൽ വേണൂസിൽ തന്നെയാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഭക്ഷണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു. നമ്മളെ മലക്കപ്പാറ ട്രിപ്പ് നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ചാലക്കുടിയിലെത്തി. ഇപ്പോൾ ഏകദേശം 9 മണിയായി. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഓർഡർ ചെയ്തത് വെജ് സെജ്വാൻ നൂഡിൽസാണ്. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഫുഡ് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, പിന്നെ ഞാൻ ഒന്ന് നോട്ടീസ് ചെയ്തത്, ഈ ട്രിപ്പിൽ ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. ഓക്കെ, കാരണം നമ്മളൊരു ഫാമിലിയായിട്ട് വരുന്ന ഒരു വൈബ് കിട്ടി.
നമ്മൾ ഫാമിലിയിൽ വന്നാൽ നമ്മൾ ഫുഡ് ഷെയർ ചെയ്യും. ഓക്കെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ട്രിപ്പിൽ കിട്ടി. പിന്നെ കോർഡിനേറ്ററും മറ്റേ ഡ്രൈവറും ഒക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറയില്ല, ഓരോ യാത്രകൾ കഴിയുമ്പോഴും കുറേ വീഡിയോസും ഫോട്ടോസും മാത്രമേ ബാക്കിയാവുള്ളൂ. അതായത് നാളെ നമ്മൾ പിന്നെയും യാത്രയ്ക്ക് ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ പിന്നെ ഒരു മിനിറ്റ്, പോണതിന് മുമ്പ് ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നൂഡിൽസാണ് ഓർഡർ ചെയ്തത്, വെജാണ്. ടേസ്റ്റ് ഉണ്ട്. പറഞ്ഞ മാതിരി ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ.